ആ വരുന്നുണ്ടല്ലോ. വലൈക്കും സലാം. നിങ്ങൾ കുറെ നേരം എത്തിയിട്ട്? ഇല്ല, ഞാൻ കുറച്ച് നേരമായിട്ടുള്ളൂ. വരി. ഞാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഓരോ മക്കളും പെണ്ണുങ്ങളൊന്നും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്നിട്ട് സായിമോളെ കാണാൻ വന്ന കാര്യം എന്തായി? അതുപോലെ വിവരം പറയാറുണ്ട്. ഞാൻ അപ്പോൾ നിങ്ങളിങ്ങോട്ട് വിളിപ്പിച്ചതിൻ്റെ കാരണം ആ കാര്യം മാത്രം അറിയാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ മോളെ കല്യാണ അന്വേഷണത്തിനായിട്ട് ഈ നിങ്ങളെ വീടിൻ്റെ ചുറ്റുപാടും അന്വേഷണം വരും. ആ അന്വേഷണം വരുമ്പോൾ ബാപ്പ എങ്ങനെയാണ്, ഉമ്മ എങ്ങനെയാണ്, ബാപ്പൻ്റെ സ്വഭാവം എന്താണ്, ഉമ്മൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ ചുറ്റുപാടും അന്വേഷിക്കും. അപ്പോൾ ചുറ്റുപാടുള്ളവരെന്താ പറയുക എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ പറയുന്ന മാതിരിയൊന്നുമില്ലേ? ഞാൻ പറയണ മാതിരില്ല. പക്ഷെ ഓള് ഇന്ന് രാവിലെയും പാടെ എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞാൽ അറിയും, ഓക്ക് അവിടെ നിൽക്കാൻ വയ്യാന്ന്. വെറുതെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം നാടല്ല. അവിടെ എന്താണ് ഇപ്പോൾ എന്തിൻ്റെ ബുദ്ധിമുട്ടാവുള്ള അവിടെ? മോള് പൈസക്ക് വേണ്ടിയിട്ട് വിളിച്ച് പറയുമ്പോൾ പൈസ കൊടുക്കാനില്ല എന്ന് പറയുന്നു. ഓൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കറിയാലോ. ഓളവിടെ പഠിക്കുകയാണ്. 2 മൊത്തം വലിയ പെൺകുട്ടികളാണ് നിങ്ങൾക്കുള്ളത്, ചെറിയ കുട്ടികളൊന്നല്ല. നിങ്ങളെ ആ ചെറിയ കുട്ടിക്കളീൻ്റെ പ്രായം കഴിഞ്ഞ് നിങ്ങൾ ഒരു പക്വത വന്ന ഒരു മനുഷ്യനാണ്. അത് നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയും ബാപ്പയും പറഞ്ഞു തരാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി, അതുപോലെ വലിയതാക്കി പറയുന്നതാണ് നിങ്ങളെ വിളിച്ച് പറയുമ്പോൾ. നിങ്ങളത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും പാടില്ല. നിങ്ങളെ കുറേ ദുശീലങ്ങൾ നിങ്ങളെ ഉമ്മ പൂട്ടി വെച്ച്, അത് നമ്മൾ അറിഞ്ഞില്ല. നിങ്ങൾക്ക് പെങ്ങന്മാരില്ലായിട്ടാണ്. നിങ്ങളെ പെങ്ങളേറ്റം വേറെ സ്ഥലത്തേക്ക് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എൻ്റെ ഒരു മോനെ പോലെ പറയാണ്. നിങ്ങൾക്ക് മനസ്സിൽ വിഷമം ഒന്നും തോന്നരുത്. നിങ്ങളെ ചീത്ത സ്വഭാവങ്ങളൊക്കെ നിർത്തണം.